ഈ ഒരു സായാഹ്നത്തില് നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിയുക, എങ്ങനെങ്കിലും ഇരിക്കാൻ കഴിയുക, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഫോണിലെ ഒരാളായിട്ട് മാറാൻ കഴിയുക, അതൊരു ഭാഗ്യമാണല്ലോ. അപ്പോ ഒരു അരമണിക്കൂർ സമയം ഞാൻ കുറച്ചു നേരം, വളരെ കുറച്ച് അരമണിക്കൂറിലൊരു കണ്ടന്റ് അവതരിപ്പിക്കാം. ഡീപ്പ് സാധനമാണ്. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ വാശിയുള്ള കുട്ടികളെ നമുക്ക് പരിചയമുണ്ട്. ഇന്നലെയും ഇനിയാന്നുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇന്നൊക്കെയുള്ള പത്രങ്ങളിലൂടെ നമ്മൾ ഇന്നും ഇന്നലെയുമായി കണ്ടതും, പാലക്കാട് ജില്ലയിലെ ഒരു കുഞ്ഞിന്റെ, അല്ലെങ്കിൽ കുഞ്ഞെന്ന് പറയാലോ, കുറച്ച് ഗൗരവത്തിലുള്ള അധ്യാപകരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങൾ, അതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് മാതാവിനെ കുത്തിക്കൊല്ലുന്ന മകൻ, അങ്ങനെയുള്ള വാർത്തകളുടെ ഒരു നിരന്തരമായ വാർത്തകളുടെ ഒരു പ്രളയമാണ് നമ്മൾക്ക് മുന്നിൽ കാണുന്നത്. അപ്പോ സാധാരണ ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കാറുള്ളത് ഞായറാഴ്ചകളിൽ മാത്രമാണ്. അത് തന്നെ നിർബന്ധ സാഹചര്യത്തിൽ ഇരിക്കണമെങ്കിൽ മാത്രമേ ഇരിക്കുള്ളൂ. ഇരിക്കൽ വളരെ മടിയാണ്. അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസിനെയാണ് അത് ഏൽപ്പിക്കാറുള്ളത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു കോവിഡ് കാലങ്ങൾക്ക് ശേഷം കുട്ടികളുടെ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റം വന്നതായി രക്ഷിതാക്കൾ കാണാൻ കഴിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. മുമ്പൊക്കെ ചെറുതായി പറഞ്ഞിരുന്നതൊക്കെ ഇപ്പൊ വളരെ ഷൗട്ട് ചെയ്തിട്ട് ചോദിക്കുകയും, ആ ചോദ്യം തീവ്രമാകുമ്പോൾ മാതാവോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോ ഭയപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയും, കുട്ടിക്ക് എന്തു വേണമെങ്കിലും, പണ്ടൊക്കെ വാശിയായിരുന്നെങ്കിൽ ഇന്ന് കത്തിയും കടാരയും നിന്നെ തീർക്കുമെന്നൊക്കെ മാതാവിനോടും പിതാവിനോടും അധ്യാപകനോടും ആരോടൊക്കെയാണോ സഹവസിക്കുന്നത് അവരോടൊക്കെ പറയാൻ ഒരു മടിയുമില്ലാതെ പറയുന്ന ഒരു ലോകത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മള് ഇത് കണ്ടു വളരുന്ന 5 വയസ്സ്, 6 വയസ്സ്, 3 വയസ്സൊക്കെ ഉള്ള മക്കൾ, വേണ്ട, സംസാരം തുടങ്ങാൻ പോകുന്ന 1.5 വയസ്സുകാരൻ പോലും, അല്ലെങ്കിൽ വയസ്സുകാരി പോലും, അല്ലെങ്കിൽ 1 വയസ്സുകാരി പോലും കയർത്ത് സംസാരിക്കുന്ന, ഷൗട്ട് ചെയ്ത് എന്താ സംസാരിക്കുന്നത് പോലും അറിയില്ല. ആ സമയത്ത് പോലും അവർ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് വരെ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഭാഷ എന്താന്ന് അവർക്കറിയില്ല, ബോഡി ലാംഗ്വേജ് ചീത്ത പറയണമെന്നൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു തലമുറയുടെ മക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അധ്യാപകരുണ്ട് ഈ കൂട്ടത്തിൽ വന്നത് എനിക്കറിയാം, കൗൺസിലർമാരുണ്ട് ധാരാളം പേര്, അതുപോലെ തന്നെ രക്ഷിതാക്കളുണ്ട്. അപ്പോ രക്ഷിതാക്കളുടെ കേസിനെ ആസ് എ കൗൺസിലർ ആ രീതിയിൽ കാണാനാണ് ഞാൻ താല്പര്യം കാണിക്കുന്നത്. കാരണം നമ്മുടെ ഈ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ സർട്ടിഫൈഡ് ആയിട്ട് ഒരു കോഴ്സ് നടത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വരാൻ പോകുന്നതോടൊപ്പം തന്നെ, ഇങ്ങോട്ട് ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതും കൂടെ നമ്മുടെ ലക്ഷ്യമാണ്. അതോടൊപ്പം രക്ഷിതാവായ നിങ്ങളുടെ കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രയാസം ഇല്ലാതിരിക്കാൻ നമ്മൾ ബോധപൂർവം ഒന്ന് മാറിയാൽ മാത്രം മതി. എന്താ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ സംസാരിക്കാറുണ്ട്, ഫേസ് ടു ഫേസ് സംസാരിക്കും. ഈ സംസാരിക്കുന്ന സംസാരത്തിന് ചെറിയൊരു സിസ്റ്റത്തിലൂടെ സംസാരിച്ചാൽ മാത്രം മതി. അതേ കൗൺസിലിംഗ് ഉള്ളൂ. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്തൊരു മാറ്റം നിങ്ങളിൽ വരുത്താൻ ആഗ്രഹിക്കുന്നുവോ അതൊരു സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയി ഞാൻ സംസാരിക്കുന്ന ഒരു സംവിധാനം, അതേ ഉള്ളൂ കൗൺസിലിംഗ്. അപ്പൊ നിങ്ങൾക്കും ചെയ്യാം. അതിന് വലിയ വലിയ ക്വാളിഫിക്കേഷനോ അതൊന്നും വേണമെന്നില്ല. എജുമിയുടെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നതോട് കൂടെ തന്നെ നമുക്കറിയാം, നിങ്ങൾ നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എംബസി അറ്റസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നർത്ഥം. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടും കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് കിട്ടും, വളരെ കുറഞ്ഞ ഫീസോട് കൂടി. അപ്പൊ ഞാൻ തന്നെ നടത്തുന്ന ക്ലാസ്സിന് തന്നെ 5000-ന് മേലെയാണ് ഫീസ് വെക്കുന്നത്. എജുമി വളരെ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് ഈ അവസരം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രക്ഷിതാവായ നമ്മളെ കുട്ടിയോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ രക്ഷിതാവ് എങ്ങനെ എന്നോട് പെരുമാറിയോ അതിനനുസരിച്ച് ഞാൻ എൻ്റെ മക്കളോട് പെരുമാറുന്നു. എന്നാൽ ഇപ്പോ നമ്മൾ കാണുന്നത്, എന്നെ വളർത്തിയ എൻ്റെ മാതാവും പിതാവും എൻ്റെ കുട്ടിയോട് വളരെ സോഫ്റ്റ് കോർണർ, ഫോണ് കൊടുക്ക്, സാധനം വാങ്ങിക്കൊടുക്ക്, അവനെ കൊണ്ട് കരയിപ്പിക്കല്, അവന് വേണ്ടി വക്കാലത്ത് പറയുന്ന ആളുകളായി എൻ്റെ പാരൻസ് മാറി, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസ് മാറി. ഇനി രക്ഷിതാവായ ഞാൻ ഈ കുട്ടിയുടെ മുന്നിൽ ജസ്റ്റ് ഒരു പാവ മാത്രം. അവരെന്ത് പറയുന്നു അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നു കുട്ടിക്ക്. അപ്പൊ കുട്ടി ചില വീടുകളിലൊക്കെ ഇപ്പൊ കൗൺസിലിങ്ങിന് വരുന്ന മിക്ക വീടുകളിലുമുള്ള കേസ്, കുട്ടി അമിത ശബ്ദമിട്ടിട്ടാണ് കരയുക. ഒരു ജസ്റ്റ് ഫോൺ വേണം. കുട്ടിക്ക് വയസ്സാകെ 8 മാസമേ ആയിട്ടുള്ളൂ, കുട്ടിക്ക് ഫോണിൽ കാണും. 8 മാസം പ്രായമായ കുഞ്ഞിന് ഫോൺ കൊടുക്കണ്ട എന്ന് വിദ്യാഭ്യാസമുള്ള മാതാവിനും പിതാവിനും അറിയാം. ഫോൺ എന്ന് പറയാൻ പോലും കുട്ടിക്ക് അറിയില്ല. കുട്ടിക്ക് ചില പാട്ടുകൾ വേണം, അതിനുവേണ്ടി കുട്ടി കരയും, ശബ്ദമിട്ട് കരയും. ഈ കരച്ചിൽ കേട്ടാൽ
പ്രായമേറിയ മാതാപിതാക്കള് അല്ലെങ്കിൽ ഈ രക്ഷിതാവിന്റെ മാതാപിതാക്കൾ വിളിച്ചു പറയും ആ കുട്ടിക്ക് എന്താ വേണ്ടത് കൊടുക്ക്, നിങ്ങൾ എന്താ കുട്ടിയെ ശ്രദ്ധിക്കാത്തത് എന്ന് പറയും. അപ്പൊ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ മാതാപിതാക്കൾ ആ ഫോണ് കൊണ്ടുപോയി കൊടുക്കുകയും കുട്ടി വളരെ ശാന്തമായി കാണുകയും ചെയ്യുന്നു. വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ മാതാവിന്റെയും പിതാവിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ മാതാവിന് തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു സാധനമായിരിക്കും ഫോൺ. കൊടുക്കുകയാണെങ്കിൽ അതീവ സൂക്ഷ്മത നിങ്ങൾ കാണിക്കണം. കാരണം ഈ ഫോൺ ഉണ്ടാക്കിയ ആളുകളോ ഫോൺ നിർമ്മാതാക്കളോ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നില്ല. ഏറ്റവും നല്ല ഫോണെന്ന് ആളുകൾ അവകാശപ്പെടുന്നത് ആപ്പിളിന്റെ ഫോണുകളെയാണ്. ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം പോലും തന്റെ മക്കൾക്ക് 15 വയസ്സിന് ശേഷമല്ലാതെ ഫോൺ കൊടുത്തിട്ടില്ല. നമ്മുടെ കണ്ണിന് എത്രത്തോളം പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇപ്പോ നിങ്ങളെ പരിസരങ്ങളിലൊക്കെ ഉള്ള ഈ കണ്ണിന്റെ ഡോക്ടേഴ്സിന്റെ പരിസരത്ത് പോയി നോക്കിയാൽ ചില കുട്ടികളൊക്കെ കണ്ണും നീർക്കെട്ട് വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണാൻ പറ്റും. അതിനൊക്കെയുള്ള കാരണം എന്താ വെച്ചാൽ നിരന്തരമായ ഫോൺ കാഴ്ചയാണ്. അപ്പൊ ഫോണിന് അഡിക്ഷൻ ആകുന്നതോട് ശാരീരികമായ മാനസികമായ വൈകല്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വാശിയുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് ഈ ഒരു വസ്തുവിൽ ഒരു വാശി കാണിച്ചാൽ ആ വാശി നിങ്ങൾ എങ്ങനെ തരണം ചെയ്യും എന്നൊരു ജസ്റ്റ് ഒരു കഥയിലൂടെ അവതരിപ്പിച്ചു തരാം. ഒരു ഉദാഹരണത്തിന് ഒരു മാതാവും കുഞ്ഞും ബസ് കാത്തു നിൽക്കുന്നു റോഡ് സൈഡിൽ. കുട്ടി പറയുന്നു, എന്താ പറയുക, നീളമുള്ളൊരു മിഠായി ഉണ്ടല്ലോ സ്റ്റിക്കൊക്കെ ഉള്ള, ആ മിഠായി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോ മാതാവ് പറഞ്ഞു, ഇല്ല തരില്ല, മിഠായി തിന്നാൽ നിന്റെ പല്ല് കേടുവരും. കുട്ടിക്ക് അന്ന് 2 or 3 വയസ്സ് പ്രായമേ ഉള്ളൂ. അവന്റെ മുന്നിൽ ഇങ്ങനെ ഈ മിഠായികൾ കാണുമ്പോൾ വല്ലാത്ത കളറൊക്കെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു ആഗ്രഹം വരികയും മാതാവിനൊന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മാതാവ് ഇല്ല എന്ന് പറഞ്ഞു. അവൻ വീട്ടിലെടുക്കുന്ന ചില ആയുധങ്ങൾ പുറത്തേക്ക് എടുത്തു. കരഞ്ഞു നോക്കി, മാതാവ് സമ്മതിക്കുന്നില്ല. ആ റോഡിലൊന്ന് കിടന്ന് ഉരുണ്ടു നോക്കി, കരഞ്ഞു. ആളുകൾ വന്നു, എന്താ എന്താ പ്രശ്നം? അപ്പൊ ആളുകളും കൂടെ ഇടപെട്ടപ്പോ ഇവന്റെ കരച്ചിലിന് ശബ്ദം കൂടുന്നു. നിങ്ങൾ മാതാവായ നിങ്ങൾ ഒരുപക്ഷെ മുഖം താഴ്ത്തുന്നു, എന്റെ കുട്ടിയെ എണീപ്പിക്കാൻ നോക്കുന്നു, അടിക്കാൻ നോക്കുന്നു. ആളുകൾ വന്ന് ചോദിക്കുന്നു, എന്താ പ്രശ്നം? മിഠായി വാങ്ങിക്കൊടുത്ത പ്രശ്നം തീരുമോ? ഓക്കെ, ആ മിഠായി എടുത്തിട്ട് കൊടുക്കുന്നു. മാതാവ് ക്യാഷ് കൊടുക്കുന്നു. വാശി പിടിക്കുന്ന കുട്ടിക്ക്, വാശി പിടിക്കുന്ന രക്ഷിതാവ് ഉണ്ടെങ്കിൽ ആ വാശി ആ ദിവസത്തോടെ തീരും. ഇല്ല, നിങ്ങൾ വാശി പിടിച്ചാല് നാട്ടുകാർ ഇടപെട്ടെങ്കിൽ, വീട്ടുകാർ മുഴുവൻ ഇടപെട്ടെങ്കിൽ മാത്രമേ നീ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കൂ എന്ന് മനസ്സിലാക്കിയാൽ കുട്ടിക്ക് എന്ത് കിട്ടാനും പിന്നെ ഇതൊരു ഐഡിയ ആയിരിക്കും. അപ്പൊ 1 രൂപയുടെ മിഠായി അല്ലെങ്കിൽ 5 രൂപയുടെ മിഠായിക്ക് വേണ്ടി ഈ അഭ്യാസം കാണിച്ചപ്പോ നാട്ടുകാരും വീട്ടുകാരും കടക്കാരും എല്ലാം ഇടപെട്ട് നിങ്ങളെ കൊണ്ട് ആ കളിയിൽ തോൽവി സമ്മതിപ്പിക്കുകയും കുട്ടിയെ ജയിപ്പിച്ചു വിടുകയും ചെയ്തു എങ്കിൽ കുട്ടി വലുതാകുന്നു, കുട്ടിയുടെ ആഗ്രഹവും വലുതാവുന്നു. നമ്മൾക്കും അറിയാമല്ലോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഓരോ ദിവസം എത്രത്തോളം വലുതായി വരുന്നുണ്ട്. കുട്ടി ആ 2 വയസ്സുകാരൻ ഒരു 5 വയസ്സിലേക്ക് എത്തുന്നു. വയസ്സ് കുറച്ച് കൂട്ടുക, സാഹചര്യങ്ങളും കുറച്ച് ഈസി ആക്കാൻ വേണ്ടി, കാരണം സമയം പരിമിതി ആയതുകൊണ്ട്. ആ കുട്ടി ആവശ്യപ്പെടുന്നത് മാതാവിനോട് ചോദിക്കുന്നത്, എനിക്ക് ഇന്ന് ആ ടോയ് ഒന്ന് വേണം, നല്ല കാണാൻ രസമുള്ളൊരു കളിപ്പാട്ടമാണല്ലോ, കുറഞ്ഞ രൂപയല്ലേ ഉള്ളൂ, അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. മാതാവ് പറഞ്ഞു ഇല്ല. കുട്ടി വാശി പിടിച്ചു, കരയുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. കുട്ടി കിടന്നിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്താലും ശരി, ഇന്ന് ഞാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾക്ക് പോകാനുള്ള ബസ്സാണെങ്കിൽ വരുന്നുമില്ല. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പഴയ പോലെ ആളുകൾ കൂടുന്നു. കുട്ടിയുടെ കരച്ചിലും മുടലും കാണുമ്പോൾ ആ കുട്ടിക്ക് ഈ പാവക്കുട്ടിയും സമ്മാനമായി ലഭിക്കുന്നു. അപ്പോ 2 പ്രാവശ്യം റോട്ടിൽ കിടന്നുരുണ്ടപ്പോഴാണ് കുട്ടിക്ക് ഈ പ്രൈസ് ലഭിച്ചത് എങ്കിൽ ഇനി അതിനേക്കാൾ വലിയ കരച്ചിൽ കരയാൻ കുട്ടിക്ക് അറിയാം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കാരണം ഇങ്ങനെ കരഞ്ഞെങ്കിൽ, നാട്ടുകാർ ഓടിക്കൂടിയെങ്കിൽ മാത്രമേ നിനക്കിത് കിട്ടൂ എന്ന് തോന്നിയാൽ കുട്ടി അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇങ്ങനെ വാശി പിടിച്ച് കരയാൻ തുടങ്ങും. അപ്പൊ വാശി എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇതുപോലെ നിസ്സാരമായി തോന്നുന്ന ചില സമയങ്ങളിലൊക്കെ കുട്ടിയുടെ വാശിക്ക് നമ്മൾ വിധേയരായി എന്നതാണ്. ഇവിടെ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കേസിൽ വലിയ കുട്ടിയുടെ കേസാണ് ഇടപെടുന്നത്. അപ്പോ 2 ആളുണ്ട്. പുതിയ ഒരാള് ഗസ്റ്റ് വന്നാൽ കുട്ടിക്ക് ഫോൺ വേണം. അപ്പൊ കുട്ടി കരഞ്ഞു നോക്കും. കുട്ടിക്ക് അന്ന് 1 വയസ്സ് തികഞ്ഞിട്ടില്ല. 1 വയസ്സ് തികയാത്ത കുട്ടിയാണ്, കരയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് മുതിർന്ന കുട്ടിയുടെ കേസിലാണോ ഇടപെടേണ്ടത്, ചെറിയ കുട്ടിയുടെ കേസിലാണോ ഇടപെടേണ്ടത് ചോദിച്ചു.
അപ്പോ പിതാവ് പറഞ്ഞു, നിങ്ങൾ രണ്ടിലും ഇടപെട്ട വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ആദ്യം നമ്മളെ കുട്ടിയെ കൊണ്ട് കരയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കുട്ടി കരയുന്നു, ഫോൺ എനിക്ക് തായോ എന്ന് പറഞ്ഞു. മാതാവിന്റെയും പിതാവിന്റെയും ഫോൺ ഞാൻ വാങ്ങി എന്റെ കയ്യിൽ വെച്ചു. കുട്ടി കരഞ്ഞു. എത്ര കരഞ്ഞാലും ഞാൻ കൊടുക്കില്ല എന്ന് മാതാവിനും പിതാവിനും അറിയാം. അപ്പൊ അവര് പറഞ്ഞു, നീ കരഞ്ഞു, എന്റെ കയ്യിൽ ഫോണില്ല. മാതാവ് പറഞ്ഞു, കൈമലർത്തി അവരും പറഞ്ഞു. കുട്ടിക്ക് എന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല, കാരണം ഒരു അപരിചിതനായ ഒരാൾ എന്റെ അടുത്തേക്ക് വരുന്നില്ല. കുട്ടി കരയുന്നുകൊണ്ടേയിരുന്നു. പരമാവധി ശബ്ദമിട്ട് നോക്കി, കരയുന്നില്ല. കുറെ കഴിഞ്ഞ ശേഷം അവന്റെ കരച്ചിൽ മാറി, നിർത്തി. കിട്ടില്ല എന്ന് കണ്ടപ്പോ അവൻ നിർത്തി. അവൻ ആ പാഠം പഠിക്കുകയാണ്. നല്ല ശബ്ദമിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഗ്രാൻഡ് പാരൻസ് ഇതുവരെ കൊടുക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയും കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടെ വാവിട്ട് കരഞ്ഞു. അപ്പോ ഒരു പക്ഷേ ഈ മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ തോന്നിയിട്ടുണ്ടാവും അവന്റെ ശബ്ദമൊക്കെ അപ്പൊ നിലച്ചു പോകുമോ, ആ രീതിയിലെ ശബ്ദമാണ് അവിടുന്ന്. ഞാൻ പറഞ്ഞു, വന്ന മാതാവും പിതാവും ഒക്കെ അധ്യാപകരാണ്. അപ്പോ വോക്കൽ കോഡ്, ശബ്ദം പിന്നെ വർക്ക് ചെയ്യുന്ന ഭാഗമൊക്കെ ഒന്ന് ഓപ്പൺ ആയിക്കോളും, കുട്ടി കരഞ്ഞോട്ടെ എന്ന്. കുട്ടി കൊണ്ട് കരയിപ്പിച്ചു. ഒരു 10-15 മിനിറ്റോളം കുട്ടി കരഞ്ഞ ശേഷമാണ് നിർത്തിയത്. അങ്ങനെ ആ കുട്ടി മാറി നിന്നു. ഞാനും മുതിർന്ന കുട്ടിയുടെ കേസിൽ ഇടപെട്ടു. കുട്ടി എല്ലാം ആക്റ്റീവ് കഴിഞ്ഞ ശേഷം പോകാൻ സമയത്ത് ആ കുഞ്ഞിനെ ഞാൻ വിളിച്ചു, വാടാ എന്ന് പറഞ്ഞു. ഫോണ് വേണോ വെച്ച് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ എന്റെ മടിയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. കുട്ടി എന്റെ മടിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കണ്ട മാതാവിനും പിതാവിനും വല്ലാത്തൊരു ഇഷ്ടം. കാരണം അതുവരെ കുട്ടിയെ കരയിപ്പിച്ച സമയത്ത് ഈ മാതാവിനും പിതാവിനും എത്രയായാലും സ്വന്തം കുട്ടികളെ കരയുന്നേ, ഒരു വേദനയും ഒരു വേദന, ഒരു പെടച്ചിലും ഉണ്ടാകുമല്ലോ. പക്ഷെ കുട്ടി എന്നെ മടിയിൽ വന്നപ്പോഴാണ് ഇവിടെ എന്തോ പ്രോസസ് നടന്നു എന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഈ കുഞ്ഞിന് ഫോൺ കൊടുത്താൽ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് അടിക്കട്ടോ എന്ന് കുട്ടിയെ മടിയിലെത്തിയിട്ട് പറഞ്ഞു. അപ്പൊ അവര് പേടിക്കുന്നത് കുട്ടി കാണുകയാണ്. ഈ കുട്ടി വീട്ടിൽ പോയിട്ട് പിന്നെ കരഞ്ഞിട്ടില്ല, ഫോണിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടില്ല എന്നാണ്. കുട്ടിക്ക് വേണ്ടി ഫോൺ കാണിക്കുകയും ചെയ്തിട്ടില്ല. ഈ ഫോൺ അവർ വെക്കാറുള്ളത് വേറെ ഭാഗങ്ങളിലും, കുഞ്ഞിനെ കാണിച്ച് ആരും ഫോൺ ഉപയോഗിക്കാറില്ല എന്നുള്ളതും അവരെന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാശിക്ക് മുന്നിൽ നിങ്ങൾ വീണ് കൊടുത്താൽ പിന്നെ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്. വാശി കാണിച്ചെങ്കിലേ എന്റെ കാര്യം നടക്കൂ. അപ്പൊ ഞാൻ കാണിക്കേണ്ട വർക്കുകൾ ചെയ്യണം, അങ്ങ് കരയണം, വീട്ടിൽ കിടന്നിടണം, തലയൊക്കെ ചുമലിട്ട് അടിക്കണം, ഇടിക്കണം. അങ്ങനെ എത്രത്തോളം പരിക്ക് എനിക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം എന്റെ അമ്മ, എന്റെ മാതാവ് പാവമാണ്. അവര് സോഫ്റ്റ് കോർണറിൽ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിത്തരും. ഇതേ അമ്മ, നേരത്തെ പറഞ്ഞ അതേ അമ്മ, ഈ മിഠായിയും അതുപോലെ എന്താ പറയാ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത അതേ അമ്മ, കുട്ടി വലുതാകുന്നു, 13-14 വയസ്സാകുന്നു. കുട്ടിയും ഈ മാതാവും കൂടെ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നു. ആ കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ, ആൺകുട്ടിയാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സൈക്കിൾ. കുട്ടി പറഞ്ഞു, ഉമ്മ എനിക്ക് ഈ സൈക്കിള് വേണം. ഇല്ല, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. എനിക്കിത് വേണം, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. നിന്റെ ഫാദർ ആകെ അയച്ചു തരാറുള്ളത് ഇത്ര രൂപ, അതുകൊണ്ട് നമുക്ക് ചെലവിന് ഇത്ര രൂപ, ഇനി ബാക്കി 1 രൂപ കയ്യിൽ ക്യാഷ് ഇല്ല. കുട്ടി അന്നത്തെ ചെറിയ കുട്ടിയല്ല, ഇന്ന് 10-13 വയസ്സുള്ള കുട്ടിയാണ്. അവൻ കരയാൻ തുടങ്ങുകയാണ്. അവന് ആ കടയിൽ അല്ലെങ്കിൽ കടയുടെ മുന്നിലിട്ട് കടന്നുരുളാൻ തുടങ്ങുകയാണ്. നമ്മൾ കുറച്ചു നേരം മെയിൻ ചെയ്തു, പോരുന്നുണ്ടോ ചോദിച്ചില്ല. നമ്മൾ നടന്നു പോന്നു. നമ്മൾ തന്നെ മെയിൻ ചെയ്യാതെ നടന്നു പോകുന്ന ഒരു നിശ്ചിത അകലത്തിലേക്ക് മാതാവ് പോയി. ഇവനെ കാണുന്നില്ല എന്ന് കണ്ടാൽ ഇവൻ പരിസരം ഒന്ന് നോക്കും, കരച്ചിൽ വെല്ല നിൽക്കും, എഴുന്നേൽക്കും, അവൻ നമ്മളെ കൂടെ വരും. എന്നാൽ ഇതേ കുട്ടി 18 വയസ്സിന് ശേഷം അവൻ കരയുകയല്ല ചെയ്യുക. ഈ 15-ൽ അവൻ തിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ, ഇല്ലെങ്കിൽ അത് അപകടമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്യാങ് കൂടെ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ വളരെ ഗൗരവമായ വിഷയമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കേസ്, പറയുന്നതിന് പരിമിതി ഉണ്ട്, എന്നാലും പറയാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം ജയിലിൽ എത്താനുണ്ടായ കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ എന്തിന് ജയിലിലേക്ക് പോയി എന്ന് എനിക്കറിയില്ല. എന്താ ഉണ്ടായേ? ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരാളാണ്.
ഏതൊരാളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യും. ഒരു കുട്ടികൾ കച്ചറ കാണിക്കുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി അടിക്കും. ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, സ്വയം പോലീസായി ജനങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നത്തിനെയും നേരിടുന്ന ഒരു ചങ്കുറ്റമുള്ള ഒരു മനുഷ്യനുണ്ട്. അയാളാണ് ജയിലിൽ. എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ അയാൾക്ക് അറിയില്ല. പിന്നെ പറയണത് കേട്ടു, അയാളുടെ FIR ഡീറ്റെയിൽസും ഒക്കെ കോടതിയിൽ എത്തുമ്പോഴാണ് അയാൾ അറിയണത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബൈക്കിലേക്ക് പോകുന്നു, പോലീസ് വളയുന്നു, ചെക്ക് ചെയ്യുന്നു, എന്തോ ഒരു പൊതി എടുക്കുന്നു, അവർ ചെക്ക് ചെയ്യുന്നു, ഇയാളെയും കൊണ്ടുപോകുന്നു. എന്താണ് ഈ പൊതി? അതൊന്നും ഇയാൾക്ക് അറിയില്ല. ആരെ വെച്ചു? ബൈക്കിലല്ലേ, ആർക്കും കൊടുന്ന് വെക്കാമല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ബൈക്കിൽ ആരോ കൊടുന്ന് വെച്ചതാണ്. ഈ പോലീസിനെ വിവരം അറിയിക്കുന്നത് നേരെ തിരുവനന്തപുരത്തേക്കാണ് പോലീസിന് വിവരം അറിയിക്കുന്നത്. അതും ബംഗാളിയുടെ നമ്പറിൽ നിന്നും ഒരു മലയാളിയാണ് ഫോൺ ചെയ്യുന്നത്. മലയാളിയെ പറഞ്ഞു എന്നുള്ളത് പോലീസിന് അറിയാം. വിളിച്ച നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ബംഗാളിയുടെ നമ്പറും. അപ്പൊ വിളിച്ചിട്ട് ഇന്നയാളുടെ ഇന്ന നമ്പർ വണ്ടിയിൽ ഈ പറയപ്പെട്ട MDMA ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. പോകുന്ന വഴിയിൽ പോലീസ് വളയുന്നു, പിടിക്കുന്നു. കാരണം ഇത് കേന്ദ്രത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇവർക്ക് ഇത് രക്ഷപ്പെടാനും കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിസ്സാരമായ ഒരു കേസിനെ കൈകാര്യം ചെയ്യുന്നത് തമാശക്ക് ചെയ്യുന്ന ചില വർക്കുകൾ പോലും .10 MDMA പവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇയാള് 10 വർഷമെങ്കിലും മിനിമം കിടക്കണം. ഒരു 5 അല്ലെങ്കിൽ 0.35 വരെയൊക്കെ ആണെങ്കിൽ അത് ഓപ്പൺ ആക്കുമ്പോഴേ തന്നെ എയറിൽ അത് ഇവാപറേഷൻ നടക്കും. 10-ൽ കൂടുതലുണ്ടെങ്കിൽ തെളിവായി സോളിഡ് എവിഡന്റ് ആയി ആ സാധനം സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടെ ഇനി അത് പിന്നെ പരിശോധനയ്ക്ക് അയച്ചാലും ശരി, അത് സാധനം മിസ്സായി എന്ന് തോന്നിയാലും ശരി, പിടിച്ചത് MDMA ആണെന്ന് FIR ഇട്ടാൽ, എക്സൈസോ അല്ലെങ്കിൽ പോലീസോ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളുടെ അവസാനത്തെ ചീട്ട്. അങ്ങനെ 10 വർഷം പിന്നെ ജാമ്യമില്ലാതെ കിടക്കാമെന്ന് പറഞ്ഞു വന്നത്. ഇത് ആർക്കെതിരെ ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ ചെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ മറുവശം എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയപ്പെട്ട ഒരു കേസാണെങ്കിൽ അതിന് മുമ്പ് വന്നത് ഇങ്ങനത്തെ ഒരു കേസാണ്. രക്ഷിതാക്കൾക്കെതിരെ മക്കൾ ചെയ്യുന്നു. ഇത് സാധനമാകെ 2000 രൂപ 1000 രൂപ കൊടുത്താൽ ഇതേ മാതാവിന്റെ ഇതേ പിതാവിന്റെ ക്യാഷ് എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുക, കിട്ടുന്ന സാധനം കൊടുന്ന് ഇതേ സ്ഥലത്ത് വെച്ച് വേറൊരാളെ ഫോണിൽ നിന്ന് ഫോൺ ചെയ്ത് അറിയിക്കുന്ന മക്കളുടെ കാലം വന്നുകൊണ്ടിരിക്കണം. അപ്പോ കുട്ടിക്കൊരു വാശി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യണം. എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം? വളരെ പെട്ടെന്ന് നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒന്നിങ്ങനെ നമുക്ക് നിഷാദ് എന്ന് പറയാം. NISHAD. ഡീറ്റെയിൽസ് ആയിട്ട് പോവാം. ഒന്ന് എന്നു പറഞ്ഞാൽ നെഗോഷിയേറ്റ് എന്നൊരു സാധനം കൊടുക്കാം. നെഗോഷിയേറ്റ്. ഒരു 2 വയസ്സായ 3 വയസ്സായ കുട്ടിക്ക് 2 കഥയാണ് കിടക്കാൻ നേരത്ത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. മാതാവായ പിതാവായ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ സമയത്ത് കുട്ടിയോട് ചോദിക്കുക, 2 കഥയുണ്ട്, ഒന്ന് സിംഹത്തിന്റെ കഥയുണ്ട്, ഒന്ന് കുറുക്കന്റെ കഥയുണ്ട്, ഏതാ നിനക്ക് വേണ്ടോ? ഇപ്പൊ കുട്ടി പറയും എനിക്ക് 2ഉം വേണം. അത് പറ്റില്ല, ഏതെങ്കിലും ഒന്ന്. ഈ ഒന്നിനെ സെലക്ട് ചെയ്യാൻ കുട്ടിക്കൊരു വാദപ്രതിവാദം നടത്തി 2-ൽ 1 സെലക്ട് ചെയ്യാൻ രക്ഷിതാവായ നമ്മളൊരു വഴി തുറന്നു കൊടുക്കണം. അത് ഒന്നാമത് ചെയ്യേണ്ടതാണ്. അപ്പോ പല കാര്യങ്ങളിലും ഒരൊറ്റ ഓപ്ഷൻ മുന്നിലില്ല എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളെ വഴികളൊക്കെ അടഞ്ഞു പോയി എന്ന് തോന്നുന്ന ഒരു കാര്യം, അതില്ലാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് കുട്ടിക്ക് 2 ഓപ്ഷൻ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊന്നാണ്, ഈ എന്നെ തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ്, നോ എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളത്. യെസ് പറയാൻ നമുക്ക് എപ്പോഴും ആവാം, പക്ഷെ നോ പറയാൻ അന്ന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയുണ്ട്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവല്ലേ എന്ന് ഈ യുവാക്കളായ ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോ ഇല്ല, ഞാനില്ല എന്ന് ആ കൂട്ടത്തിലെ ഒരു കുഞ്ഞ് പറയണമെങ്കിൽ അവൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്ക് നോ പറയാൻ കഴിയുള്ളൂ. ചോദിക്കുന്ന കുഞ്ഞിനോട് നോ നിങ്ങൾ പറഞ്ഞു, ഇപ്പോൾ തരില്ല, നിനക്ക് ഇന്ന വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് 5 മണിക്ക് ശേഷം 6 മണിന്റെ ഇടയിലുള്ള അരമണിക്കൂർ സമയം നീ കളിച്ചു കുളിച്ചു വന്നാൽ ഈ പറയപ്പെട്ട അരമണിക്കൂറിനുള്ളിൽ നിനക്ക് ഞാൻ ഫോൺ തരാം, അരമണിക്കൂർ സമയം നിനക്ക് ഫോൺ തരാം. അപ്പൊ നിന്റെ സമയമാണ്, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് നീ വരികയാണെങ്കിൽ നിനക്ക് ഫോൺ തരാം എന്ന് ആദ്യമേ പറയുകയാണെങ്കിൽ ഒരു വിഷയമാണ്. ഫോൺ കൊടുക്കുക കുട്ടിക്ക് ആവശ്യമാണ്. കാരണം നമുക്കൊക്കെ ഫോണിനേക്കാൾ പോലെ അല്ല ഈ കുട്ടികൾ വളർന്നു വലുതാകുന്നത് ആ ലോകത്തിലൂടെ. അപ്പൊ അവർക്ക് ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ അമിതമാകുന്നത് അപകടമാണ്. അപ്പൊ അതിനൊരു കൺട്രോൾ വെക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ
നമുക്ക് അതിലേക്ക് പോവാം എന്നൊരു ധാരണ കൊടുക്കുന്നതും അത് മാതാവും പിതാവും കുട്ടിയും ഇഷ്ടപ്പെട്ടിട്ടാണ് കൊടുക്കുകയാണെങ്കിൽ അതീവ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇന്നതൊക്കെ ചെയ്തെങ്കിലേ ഇത് തരൂ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആ കുഞ്ഞും തമ്മിൽ അത് അടിപിടി അല്ലെങ്കിൽ ലഹളയിലേക്ക് എത്തും എന്നർത്ഥം. അപ്പോ ഇനിയിപ്പോ ടൂർ പോകാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് ടൂർ പോകാനുള്ള പ്ലാൻ ഇടും. ഇനി ഈ SLC എക്സാമുള്ള വരാൻ പോകുന്നത്, ഈ SLC എക്സാമിൽ ഫുൾ A+ വാങ്ങിയാൽ നമുക്ക് ഒരു ഡൽഹിക്ക് ടൂർ പോവാം എന്ന് കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. കുട്ടിയുടെ റിസൾട്ട് വന്നു, പിന്നെ നമുക്കൊന്നും തിരക്കില്ലെങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട പണി ടിക്കറ്റ് ബുക്ക് ചെയ്യലാണ്. ആർക്കൊക്കെ പോരാൻ കഴിയുന്നതല്ല, ആ കുട്ടിയെയും കൂട്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ പോവുക. ആരൊക്കെ പോകുമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുള്ളത് നോക്കുക. എങ്കിൽ ആ പറഞ്ഞ വാക്ക് അത് പാലിക്കാൻ മാതാവായാലും പിതാവായാലും അത് സൂക്ഷ്മത കാണിക്കണം. അല്ലെങ്കിൽ പറയരുത് പറഞ്ഞ വാക്കിന്റെ അവകാശം ഞാനാ, എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് വാക്കിന് കൊടുക്കേണ്ട വാല്യൂ ആ കുട്ടിക്ക് തിരിച്ചറിയും. അപ്പോ എന്തെങ്കിലും എന്റെ മക്കളോട് വിളിച്ചു പറയുന്നതിന് പകരം പറയണ വാക്കിൽ ഉറച്ചു നിൽക്കുകയും അത് കൃത്യമായി പാലിക്കുകയും കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രക്ഷിതാവായിട്ട് നമ്മൾ മാറുകയും ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊരു മാതാവിനെ പിതാവിനെ കുട്ടിക്ക് കിട്ടാൻ ചോദിച്ചാൽ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 രീതിയിലാണ്. കുട്ടിയോടൊപ്പം കളിക്കാനൊരു പ്രായമുണ്ട്, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കാലം. ആ കുട്ടിയോടൊപ്പം ആന കളിക്കാനും കുരങ്ങ് കളിക്കാനും കഥ പറയാനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മാതാവും പിതാവും ആവേണ്ട കാലം കുഞ്ഞ് ജനിച്ചത് മുതൽ 7 വയസ്സ് വരെയാണ്. കുട്ടിയോട് സംസാരിച്ച് തുടങ്ങുക. ചെറിയ കുഞ്ഞാണ്, കൈക്കുഞ്ഞാണ്, നമ്മുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പ്രായമായിട്ടില്ല, 40 തികയാത്ത കുഞ്ഞാണ്. ആ 40 ദിവസം തികയാത്ത പ്രായമാവാത്ത കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നമ്മൾ സംസാരിച്ച് തുടങ്ങണം. ആ കുട്ടി കേൾക്കണം, എങ്കിലേ ആ കുട്ടിക്ക് നാളെ സംസാരിക്കാൻ കഴിയൂ. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ആ കുട്ടിയോട് സംസാരിച്ച് കഥ പറഞ്ഞ് കുട്ടിയോടൊപ്പം കളിക്കുന്ന ഒരു മാതാവും പിതാവും ആണെങ്കിൽ ആ 7 വയസ്സ് വരെ അങ്ങനെ തന്നെ കൊണ്ടുപോകും. 7 വയസ്സിന് ശേഷം നിങ്ങളെ കുട്ടിയോടൊപ്പം ചില മര്യാദകളൊക്കെ പഠിപ്പിക്കുക. ഇന്നെങ്ങനെ ചെയ്താൽ ഇങ്ങനെ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മര്യാദകൾ പഠിപ്പിക്കാം. 7 കഴിഞ്ഞ് 14 ശേഷം 21 വയസ്സ് വരെ നിങ്ങൾ ആ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക. എന്ത് പറയാനുണ്ടോ ആ കുട്ടിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ കഴിയണം. ഏറ്റവും നല്ലൊരു കളിക്കൂട്ടുകാരൻ നിങ്ങളായി മാറണം. എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന, എന്തിനും പോസിറ്റീവായിട്ട് പറയുന്ന ഒരു രക്ഷിതാവ് നിങ്ങളാണെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ ലോകവും കിട്ടി എന്ന് തന്നെയാണ്. ഈ പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രക്ഷിതാവിനെ കുട്ടിക്ക് അരച്ചു കുടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ദേഷ്യമായിരിക്കും. ഉപദേശിക്കുന്ന കമാൻഡ് കൊടുക്കുന്ന രക്ഷിതാവിന് മക്കൾക്ക് വെറുപ്പായിരിക്കും. നമ്മളൊക്കെ അതന്നെ ചെയ്യാറുള്ളത്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അമിത ശബ്ദത്തോടെ ഷൗട്ട് ചെയ്തിട്ടാണ് കുട്ടിയോട് പറയുന്നതെങ്കിൽ പ്രതീക്ഷിക്കുക അതേ ഷൗട്ടിങ് അതേ രീതിയിൽ കുട്ടി തിരിച്ചടിക്കും. ഇപ്പൊ എന്റെ സംസാരത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഈ കൈ ചലിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാരത്തിലും എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലും ഇതുപോലെ മുഖപ്രസന്നതയോടുകൂടെ തിരിച്ച് സംസാരിച്ച് കൈയിന് ആക്ഷൻ കൊടുത്ത് നിങ്ങളും അത് അനുകരിച്ച് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു വന്നത്, രക്ഷിതാവായ ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്ന് ഗർഭം അല്ലെങ്കിൽ പ്രസവിച്ച അന്ന് മുതൽ ആ കുഞ്ഞ് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ ശ്വാസം വരെ തിരിച്ചറിയുന്നുണ്ട്. ഗർഭത്തിന് മുമ്പേ ഗർഭിണിയായി കിടക്കുന്ന സമയത്ത് സ്വന്തം ഭാര്യയുടെ എന്താ പറയാ വയറിൽ തലയും ഒക്കെ വെച്ച്, അല്ലെങ്കിൽ മകളുടെ വയറിൽ തലയൊക്കെ വെച്ച് ഇത്തിരി നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങളൊന്ന് ഇത്തിരി നേരം സംസാരിച്ചാൽ ആ കുട്ടി ശ്രദ്ധയോടെ ഇരിക്കും. ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധയോടെ ഇരിക്കും എന്നുള്ളതാണ്. ഗർഭസ്ഥ അവസ്ഥയിൽ ആ മാതാവിനോട് നിങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ ശേഷവും നിങ്ങളെ ശബ്ദം കേൾക്കുമ്പോൾ അതീവ ശ്രദ്ധയോടെ ആ കുട്ടി കാതോർത്ത് നിൽക്കുന്നത്. അപ്പോ ജനിച്ച അന്ന് മുതൽ കുട്ടി മരിക്കുന്നത് വരെ നിങ്ങൾ ആ കുഞ്ഞിന്റെ മാതാവും പിതാവും തന്നെയാണ്. മരിച്ചാലും അങ്ങനെ തന്നെ. കുട്ടി മരിച്ചാലും അതുവരെ ആ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ മാതാവിനെ പിതാവ് ചെയ്യുന്നത് വരെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വരെ അത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു മാതാവും പിതാവും എന്റെ കുഞ്ഞിന് ഞാൻ ആവണമെങ്കിൽ എന്നെ വളർത്തിയതുപോലെ ഞാൻ ഈ കുട്ടിയെ വളർത്തിയാൽ പോരാ എന്നർത്ഥം. കുട്ടി അന്നത്തെ കാലത്ത് 2 അടിയൊക്കെ കിട്ടിയാൽ നമ്മൾ നന്നായിരുന്നു. ഇന്ന് അടിച്ചാൽ അത് വിഷയമാണ്, കുട്ടിക്കും വിഷയമാണ്. നിസ്സാരമായി അടി എന്തിനാ,
നിനക്ക് ഫോൺ എന്തിനാ, നീ ആ ഫോൺ എടുത്തു വെക്കെന്ന് പറഞ്ഞ കാരണത്താലൊക്കെ തൂങ്ങിയ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, അതീവ ബുദ്ധിയുള്ള കുട്ടികളാണ് നമ്മളെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കുട്ടിയുടെ ബുദ്ധിയെയും നമ്മൾ തിരിച്ചറിയണം, വൈകാരിക തലത്തെയും നമ്മൾ തിരിച്ചറിയണം. എന്താ വൈകാരിക തലം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ SLC എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി, ആ കുട്ടി ബുദ്ധിപരമായി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എഴുതിയ ആളുകളാണല്ലോ. നന്നായി പഠിച്ച കുഞ്ഞാണ് ആ കുഞ്ഞ്. ഇനി അതേ കുഞ്ഞ് SLC എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ഹാളില് അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ അടിഭാഗത്ത് തീ കത്തുന്നു, അല്ലെങ്കിൽ വന്ന അധ്യാപകന് ഏതോ കുട്ടിയുടെ കോപ്പി പിടിച്ചിട്ടുണ്ട്, അവിടെ ആകെ കലപില ശബ്ദം നടക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന് ആകെ, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പേടി കയറുന്നു. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, പേടി വന്നു. റിലാക്സ് ആവാൻ, കൂളിംഗ് ടൈം കുട്ടി കൂളാവുന്നില്ല. കുട്ടി ആകെ ടെൻഷൻ എടുക്കുകയാണ്. പാഠഭാഗം മുഴുവനും കാണാതെ പഠിച്ച കുട്ടിക്ക് ആ എക്സാമിന് ആ ഒരു 2 മണിക്കൂർ സമയം കാര്യമായി കൃത്യമായി എഴുതാൻ കഴിയില്ല. കാരണം കുട്ടിയുടെ IQ ലെവല് ഓക്കെയാണ്, പക്ഷെ EQ ലെവല് ഡൗൺ ആണ്. ഇമോഷൻ ക്വസ്റ്റ്യൻ വളരെ ഡൗൺ ആണ്. അപ്പൊ ഇമോഷനിലെ നമ്മളെ കുട്ടിയെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്ന് എന്ന് മാത്രമാണെങ്കിൽ നിഷാദല്ല പറഞ്ഞത്. രണ്ടാമത്തെ ഇഗ്നോറാണ്. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ വാശി കാണിക്കുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോവുക. വാശി കാണിക്കുന്ന സമയത്ത് മുതിർന്ന പൗരന്മാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ മാതാപിതാക്കൾ അവിടെയുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മളെ വഴക്ക് പറയാൻ അവകാശമുള്ളവരാണ് അവർ. അപ്പോ അവരുടെ അടുത്ത് ആദ്യം പോയി നമ്മൾ പറയണം, ഫോണിനാണ് കുട്ടി കരയുന്നത് കേട്ടോ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ അവര് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയില്ല. കാരണം ഫോണിന് കൊടുക്കാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുട്ടി കരയുന്നുണ്ട്, ഫോണിനാണ് ആ കുട്ടി കരയണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എന്തിന് കരയുന്നു എന്ന വിഷയം നിങ്ങൾ അത് അറിയണം, വളരെ പ്രധാനമാണ്. അധ്യാപകന് അറിയണത് പോലെ തന്നെ വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അധ്യാപകൻ അറിയണം. സ്വന്തം മക്കൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എവിടെ നിന്ന് അറിയണം? മാതാവും പിതാവും അറിയണം. അപ്പൊ മൂഡ് ഓഫ് ആയിട്ട് സ്കൂളിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന കുഞ്ഞിന്റെ മുഖം കാണുന്ന രക്ഷിതാവിന് അറിയണം, എന്റെ കുട്ടിക്ക് എവിടെയോ ഒരു പ്രശ്നം ബാധിച്ചിട്ടുണ്ടെന്ന്. അവിടെ ഒരു പക്ഷേ വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വഴിയിൽ നിന്നായിരിക്കാം, കൂട്ടുകാരിൽ നിന്നായിരിക്കാം, നാട്ടുകാരിൽ നിന്നായിരിക്കാം, ബസ്സിൽ നിന്നായിരിക്കാം, എവിടെയോ ഒരു പ്രശ്നം ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. പണ്ടത്തെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൂമുഖവാതിലിൽ സ്നേഹം വിതക്കുന്ന പൂത്തിങ്കളാകുന്ന ഭാര്യയെ കുറിച്ചാണ് പണ്ട് പറഞ്ഞതെങ്കിൽ, നമ്മുടെ മക്കൾ വിദ്യാലയത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മാതാവും പിതാവും ആ വാതിലിന് മുന്നിലുണ്ടെങ്കിൽ, കുഞ്ഞിനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, ആ കുഞ്ഞിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും അത്. പുഞ്ചിരിയോടെ കുട്ടിയെ സ്വീകരിക്കുക. എന്നും പുഞ്ചിരി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് ഇത്തിരി മാറിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ കഴിയും. പലതും പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ മുഴുവനും അറിഞ്ഞിട്ടുണ്ടാവും, ഈ വീട്ടുകാരിയെയും അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പിതാവായ ഞാൻ അറിയൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. എന്താണ് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടാവും, എന്തോ പ്രശ്നം എന്റെ നാട്ടിലോ വീട്ടിലോ നടന്നിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ അറിയൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. അപ്പോ ഇഗ്നോർ എന്ന് പറയുന്നത് വാശി കാണിക്കുന്ന സമയത്താണ് നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടത്. അല്ലാത്ത കുട്ടിയെ തീരെ അവഗണിക്കുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടെങ്കിൽ നാം ആ കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറയുന്നതിൽ വളരെ വളരെ മോശമാണെന്ന് പറയേണ്ടിയിരിക്കും. കാരണം നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. എന്റെ ശ്വാസമാണ് എന്റെ കുഞ്ഞ്. പക്ഷെ കുഞ്ഞിന്റെ ഒരു പ്രശ്നം ഞാൻ അറിയുന്നില്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്താൽ വളരെ മോശമാണ്. കുട്ടി വാശി കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ സ്റ്റൈലിൽ, നമ്മൾ കുട്ടിക്ക് കുറുമ്പ് കാട്ടിയിട്ട് കരയുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ഇനി വേറെ കുടുംബത്തില് മാതാവും പിതാവും തമ്മിൽ അടിപിടി കൂടുന്ന കുടുംബങ്ങളിൽ ഈ വളരെ പ്രശ്നമാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. എന്തെല്ലാം ചീത്ത വാക്കുകളുണ്ടോ ഇതൊക്കെ കുട്ടിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം മാതാവിനെ വിളിക്കുന്ന തെറികൾ, പിതാവ് വിളിക്കുന്ന തെറികൾ, പിതാവ് വിട്ടുപോയ ശേഷം മാതാവ് വിളിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം അവിടെ ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള ഈ ഓരോ വാക്കുകളും ഈ കുഞ്ഞിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അപ്പോ വളരെ ശ്രദ്ധ കാണിക്കണം. ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ മക്കളുടെ മുന്നിൽ എൻ്റെ ഭാര്യയെ എനിക്ക് വഴക്ക് പറയാനുള്ള അധികാരമില്ലെന്ന് ഞാൻ തിരിച്ചറിയണം. എൻ്റെ ഭാര്യയും തിരിച്ചറിയണം, എൻ്റെ മക്കളുടെ മുന്നിൽ എൻ്റെ ഭർത്താവിന്റെ അഭിമാനം ഞാൻ കളയാൻ പാടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തലയണ മന്ത്രത്തിലൂടെ സ്വകാര്യത്തിൽ നല്ല തെറി പറഞ്ഞോളെ നിങ്ങൾ. പക്ഷെ ആ തെറി എന്ത് കേൾക്കാൻ പറ്റും?
മക്കൾ കേൾക്കാൻ പാടില്ല. നിങ്ങളെ മുഖം മാറുന്നത് പോലും മക്കൾക്ക് അറിയാൻ പാടില്ല. അപ്പോ മാതാവിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന പിതാവിനെ നല്ലൊരു കുട്ടിയുടെ രക്ഷിതാവാകാനുള്ള അവകാശമുള്ളൂ. അപ്പൊ നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ നിങ്ങളും അതീവ ജാഗ്രതയോടുകൂടെ തന്നെ കലപില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയും തന്ത്രപരമായി കൈകാര്യം ചെയ്യണം. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ചില കുട്ടികളെ കേസായിട്ട് വരാറുണ്ട്, എന്റെ വീട്ടിൽ എന്നും അടിപിടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാം. ആ ടെക്നിക്കും കൂടെ പറയാം. ഒന്ന്, മാതാവും പിതാവും മിക്കവാറും അടിപിടി കൂടുതൽ എവിടെ വെച്ചിട്ടാണെന്ന് ചോദിക്കും. മിക്കവാറും അവരുടെ റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ ആയിരിക്കും. അന്ന് നിങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, അടുക്കള ഭാഗത്തേക്ക് പോവുക. എന്നിട്ട് ഒരു സ്റ്റീലിന്റെ പാത്രമൊക്കെ മുകളിൽ നിന്നും താഴേക്ക് ഇടുക. നല്ല ശബ്ദമുണ്ടാകും. അതേ സമയത്ത് നിങ്ങൾ വാവിട്ട് കരയുകയും ചെയ്യാം. മാതാവും പിതാവും അവിടെ അടിപിടി കൂടുന്ന സമയത്ത് ആ അടിപിടി തൽക്കാലം നിർത്തിവെച്ച് ഓടി വരും എന്റെ കുട്ടി എന്ന ചിന്തയോടുകൂടെ. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യാന്ന് പറഞ്ഞു. അവരെ കയ്യിലെങ്ങാണ്ട് കിട്ടിയാൽ അവിടെ തോറ്റത് മുഴുവനും നിങ്ങളെ നെഞ്ഞത്ത് തീർക്കും. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന് പറയാറുണ്ട്. കുട്ടികൾ പറയലുണ്ട്, അങ്ങനെ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ പ്രശ്നം തീരും. ഞാനും എന്റെ ഭാര്യയും അടിപിടി കൂടുന്ന സമയത്താണ് എന്റെ കുട്ടി അവിടെ അടുക്കളയിൽ പാത്രം എറിഞ്ഞ് നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഞാനും അയാളും ഓടിച്ചെല്ലും, എന്താ പ്രശ്നം ചോദിക്കും. അപ്പൊ കുട്ടി ഓടി, അത് തമാശയായിരുന്നു, ഈ അടിപിടി കൂടിയത് കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ സാരല്ലടാന്ന് ഞാൻ എന്റെ മക്കളോട് പറയാ എന്നല്ലാതെ ഞാൻ ഈ ഭാര്യയോട് പിന്നെ ചോദിക്കുമോ എവിടെ നിർത്തിവെച്ചോ, നമുക്ക് ബാക്കി പറയാന്ന് പറഞ്ഞിട്ട് ആ അടിപിടി പിന്നെ അവിടെ തുടരാനുള്ള സാധ്യത പോലുമില്ല. അതായത് വൈകാരികമായി ഒരു ചിന്ത മാറുന്നതോട് കൂടെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആകുന്നർത്ഥം. ഞാനിവിടെ അലാറം വെച്ചതായിരുന്നു. എന്തിനാന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ അവസരം വേണമല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിഷാദിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും എന്നും അയ്യേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് സ്പീഡ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം തരണം. അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ചോദ്യത്തോടുകൂടെ, ഈ ഒരൊറ്റ പാനൽ ക്ലാസ്സോടുകൂടെ നിങ്ങൾ എല്ലാവരും കൗൺസിലർമാരായി മാറിയാലും അത് നമ്മുടെ എന്താ പറയാ ലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തേക്കായി മാറുമല്ലോ. പാരന്റിങ് എന്റെ മക്കൾക്ക്, ഈ കേൾക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾക്കെങ്കിലും നല്ലൊരു രക്ഷിതാവാൻ നിങ്ങൾക്ക് കഴിയണം. അതിൽ ഏറ്റവും പ്രധാനം ദേഷ്യമുള്ള സമയത്ത് എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ ഒരാളോടും മിണ്ടിക്കൂടാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, യെസ്, ആ സമയത്ത് നമ്മൾ വാ തുറക്കരുത്. കാരണം ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അവിടെ വർക്കിങ് നിൽക്കും. പിന്നെ ആരാ വർക്ക് ചെയ്യുക? നേരത്തെ പറഞ്ഞ ഇക്യു ആണ് വർക്ക് ചെയ്യുക, ഐക്യു അല്ല വർക്ക് ചെയ്യുക, ഇക്യു ആണ് വർക്ക് ചെയ്യുക. അപ്പൊ ഈ ആയാൽ എന്റെ കഷ്ടം. പിന്നെ ഞാൻ എന്തെല്ലാം പറഞ്ഞോ ആ പറഞ്ഞതിനൊക്കെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. ആ വാക്കുകൾ അവിടെ കിടക്കുന്നുണ്ടാവും. കേട്ട ആൾക്ക് എത്രത്തോളം വലിയ മുറിവായിട്ടുണ്ടാവും എന്നൊന്നും പറയാൻ കഴിയില്ല. വളരെ ജാഗ്രത കാണിക്കണം. ദേഷ്യമുണ്ടോ മിണ്ടാതിരിക്കുക. അപ്പോ ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞ ഒരൊറ്റ ടെക്നിക്ക്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ട്ടോ എന്ന് മോളോട് പറഞ്ഞാൽ മാത്രം മതി. വരുന്ന ദേഷ്യത്തെ അങ്ങനെ പറഞ്ഞാൽ മതി. ഇഷ്ടമായി കാണിക്കണം കുട്ടികളോടൊക്കെ. നമ്മൾ ഇഷ്ടത്തെ എന്താ ചെയ്യുക, ദേഷ്യമായേ കാണിക്കുക. അത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉദാഹരണം പറയാം, കുട്ടിയെ കാണാനില്ല, സ്കൂൾ വിട്ട് കുട്ടി എത്തുന്നത് 5 മണിക്ക്, കുട്ടി 6 മണിയായി സ്കൂളിലെത്തിയില്ല, വീട്ടിലെത്തിയില്ല, 7 മണിയായി വീട്ടിലെത്തിയില്ല. മാതാവിന് ആദ്യം കൂടി മാതാവിന്റെ ആളുകൾ വന്നു, പിതാവിന്റെ ആളുകൾ വന്നു, പോലീസ് വരെ വന്നു, കുട്ടിയെ കാണുന്നില്ല. 10 മണിയായി, കുട്ടി എത്തി വീട്ടിലേക്ക്. ഞാൻ ഇവിടെ അടുക്കളയിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്നിട്ട് മുന്നിലേക്ക് ചാടി വന്നാൽ ഈ മാതാവും പിതാവും എന്ത് ചെയ്യും? ഇതുവരെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ അതേ മാതാവും പിതാവും പിന്നെ ആ കുട്ടിയുടെ ശവസംസ്കാരം അന്ന് തന്നെ നടത്തും. ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ആ ഒരു വന്നത് പേടിയായിരുന്നു. കുട്ടിയെ കാണാത്ത പേടിയും കുട്ടിയോടുള്ള ഇഷ്ടവുമാണെങ്കിൽ കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ടതാ, നിന്നെ കാണാത്തൊരു 3 മണിക്കൂർ ഞാൻ തീ തിന്നടാ എന്ന് പറയുന്നതിന് പകരം ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന രക്ഷിതാക്കളായിരിക്കും നമ്മൾ പലരും. ദേഷ്യം വർക്ക് ചെയ്യരുത്. ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല മിണ്ടാ എന്നിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ സ്നേഹമാണെങ്കിൽ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമില്ല. അത് നിങ്ങൾ എന്താ പറയാ, ATM-ന്റെ മെഷീനുള്ളിൽ കിടക്കുന്ന പണം പോലെയാണ്. നിങ്ങൾക്ക് ആ കുത്തിയെടുത്ത് നിങ്ങളേതാക്കി പോക്കറ്റിലിട്ട് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുമ്പോഴേ നിങ്ങളെ പണമാകുള്ളൂ.
ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടായത് ഒരു കാര്യമില്ല. കുട്ടികളോട് ഇത്തിരി നേരം സംസാരിക്കാനും സ്നേഹം കാണിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. കുട്ടിക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് നൽകുക. എവിടേക്കാണോ കുട്ടി വീണു അവിടെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കുട്ടിയുടെ കുഴപ്പങ്ങൾ നിങ്ങൾ ഒരാളുടെ മുന്നിലും പറയരുത്. ആ കുട്ടി അങ്ങനെയാണ്, ഇവന് പണ്ടേ പോയെന്നല്ല, ഇവൻ വളരെ ദേഷ്യക്കാരനാണ്, വാശിക്കാരനാണെന്ന് നിങ്ങൾ ആ കുട്ടിയുടെ മുന്നിൽ എത്തിയിട്ട് പറയാനും കൂടെ പാടില്ല എന്നുള്ളത്. കൗൺസിലിംഗൊക്കെ വരുമ്പോ സ്ഥിരമായി കേൾക്കുന്നതാണ്, ഇവൻ വല്ലാത്ത വാശിയാണ്, വലിയ ദേഷ്യക്കാരനാണ്. അപ്പൊ അങ്ങനെ കുട്ടിയുടെ അഭിമാനത്തെ മാതാവും പിതാവും നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഇവന്റെയൊക്കെ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ഇവൻ നല്ല കുട്ടിയാണ്, ഇവൻ നന്നായി പഠിക്കുന്ന കുഞ്ഞാണ്, ഇങ്ങനെ അവന്റെ ഗോൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ ചോദിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ അവനെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നതാണ്. ഇനി അതുപോലെ തന്നെ കുട്ടി അമിതമായി വാശി കാണിക്കുന്ന കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാവും. ഒരു ഉദാഹരണം, പെയിന്റിങ്, ചിത്രം വരക്കാനുണ്ടാവാം, അല്ലെങ്കിൽ പാട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവും. അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ വാശി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുത്താൽ മതി. ഈ ഒരൊറ്റ കാര്യം, ഈ ഒരൊറ്റ വാശി, ഈ ഒരു ചിത്രം നിങ്ങൾ അവിടെ കുട്ടി ഇങ്ങനെ വാശി കുടുംബം പിടിക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ആ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയാൽ മതി. കുട്ടി വളരെ പെട്ടെന്ന് ഓടി വന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ചിത്രം വരയിലേക്ക് മാറും. അല്ലെങ്കിൽ മനസ്സ് പെട്ടെന്ന് കൂളായി മാറും. പാട്ടാണ് ഇഷ്ടമെങ്കിൽ ഫോൺ കൊടുക്കൊന്നും വേണ്ട, ദൂരത്ത് ആ പാട്ട് വെച്ചാൽ മതി. ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ കരച്ചിൽ അവിടെ ബ്രേക്കായി മാറും എന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധയെ തെറ്റിക്കുക എന്നതും സപ്പോർട്ട് കൊടുക്കുക എന്നതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കുട്ടിയോട് എപ്പോഴും വിനയത്തോടെ പെരുമാറുക. എന്താണ് വിനയം എന്ന് ആ കുഞ്ഞിനെ അറിയണം. വിനയനെ അല്ല കേട്ടോ, വിനയം എന്നത് കുഞ്ഞിനെ അറിയണം. അതാ കുഞ്ഞിനോട് നമ്മൾ പ്രകടിപ്പിച്ചെങ്കിൽ കുഞ്ഞ് നാളെ നമ്മളോടും പ്രകടിപ്പിക്കുള്ളൂ. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞായിരിക്കും നാളെ എന്നെ കുളിപ്പിക്കുക. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് അതീവ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ സംസാരിക്കാൻ ഞാൻ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കുട്ടിക്ക് വിനയം ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ കുട്ടിയുമായി ടൂർ പോവുക എന്നുള്ളതാണ്. എവിടേക്ക്? കൊടൈക്കനാൽക്കും ഊട്ടിക്കും അല്ല പോകേണ്ടത്, അനാഥാലയങ്ങളിലേക്ക്, വൃദ്ധസദനങ്ങളിലേക്ക്, രോഗികളായി കിടക്കുന്ന, പകർച്ചയുണ്ടാവാൻ സാധ്യതയില്ലാത്ത രോഗമുള്ള അല്ലെങ്കിൽ രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, പ്രായമേറിയ വീട്ടിൽ കിടപ്പിലായ ആളുകളുടെ അടുത്തേക്കൊക്കെ മക്കളെയും കൂട്ടിയിട്ട് യാത്ര പോവുകയും അവരെ നാം സംരക്ഷിക്കുന്നത് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നത് ഈ മക്കൾ കാണുകയും ചെയ്യണമെന്നുള്ളത്. നമ്മളെ മാതാപിതാക്കളെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്ന് നമ്മളെ മക്കൾ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. നിഷാദിലെ ലാസ്റ്റ് ഭാഗത്തില് എയും ഡിയും കൂടെ ഒന്നുകൂടെ പറയാം. കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ കൊടുത്ത് നിങ്ങൾ തുടങ്ങണം. പറഞ്ഞ വാക്ക് പാലിക്കുക. സമ്മാനങ്ങൾ കൊടുത്ത് ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്യാം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു കമാൻഡ് കൊടുക്കുന്ന സിസ്റ്റമാണ്. അതൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയാലോ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഫാമിലി പ്ലാനിങ്ങിൽ കുട്ടിയെ ഉപയോഗപ്പെടുത്താം. എവിടേക്കൊക്കെ പോകണം, അങ്ങനെ കുറെ ദൗത്യങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ വീട്ടിൽ ചില കാര്യങ്ങളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ, കുക്കിംഗ് ഉണ്ടാക്കാൻ കുട്ടിയെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. കുട്ടിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇന്ന് നീ ചായ ഉണ്ടാക്കടാ, അല്ലെങ്കിൽ ഇന്നത്തെ കറി നീ വെക്ക്, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു പണിയൊക്കെ നമ്മൾ തന്നെ എടുക്കുന്നുണ്ടാവുക, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കത്തി കയ്യിൽ തട്ടുകോ എന്ന് നിങ്ങളുടെ ആദ്യം ഒന്ന് മാറ്റി വെച്ചാൽ, കത്തി തട്ടിയാലും ബാൻഡേജും സാധനമൊക്കെ വീട്ടിൽ അത്യാവശ്യമുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുന്ന് വെച്ചിട്ട് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കൊടുക്കുമ്പോൾ മൂർച്ച കുറഞ്ഞ കത്തി കൊടുത്താൽ മതി. എത്ര കട്ട് ചെയ്താലും കൈ മുറിയാവാത്ത കൊടുത്താൽ മതി. നല്ല എനർജി ഉള്ള കുട്ടികളാണ് നമ്മളെ കുട്ടികൾ, നമ്മൾ തിരിച്ചറിയാം. ഞാൻ ക്ലാസ്സിനെ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ